നമ്മളിൽ പലരും പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് വണ്ടി വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി പോകുന്നത്. അതും പ്രത്യേകിച്ച് ലോങ് ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ശരിക്കും പെട്ട് തന്നെ പോകും. പ്രത്യേകിച്ച് നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കൂടിയാണ് ഇതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഇത് മാറുകയും ചെയ്യും. അപ്പം വണ്ടി നമ്മൾ എപ്പോഴും, അതായത് ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 95% വണ്ടി റോട്ടിൽ നിന്ന് പോകുന്നത് പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പോകും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട കുറച്ച് മുൻകരുതലുകൾ, നമ്മൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം വീഡിയോ അവസാനം വരെ കാണാം. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ ഇത് ശരിക്കും പ്രാക്ടിക്കലായിട്ട് ചെയ്തു കൊടുക്കുക. ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വണ്ടി വഴിയിൽ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ഒരു പരിധിയിലധികം നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാം. ആദ്യമായിട്ട് നമ്മൾ ബോണറ്റിനകത്ത് എഞ്ചിൻ ഓയിൽ ലെവലാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വണ്ടി ഓടി വന്നിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അപ്പം തന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ലെവൽ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. വണ്ടി ഇരുന്നിട്ടൊന്ന് കാം ആയതിനു ശേഷം നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാം. അപ്പം ഈ ഡിപ്സ്റ്റിക്ക് ഇങ്ങനെ ഊരി നോക്കിയാൽ ഇതിന്റെ അകത്തുള്ള ഒരു കണ്ടീഷൻ ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കും. അതിനുശേഷം ഈ ഡിപ്സ്റ്റിക്കിന്റെ എൻഡിൽ കാണുന്ന ഈ 2 ഡോട്ടിന്റെ ഇടയിലായിട്ട് വേണം നമ്മുടെ എഞ്ചിൻ ഓയിൽ ലെവൽ എന്ന് പറയുന്നത്. ഈ ഡിപ്സ്റ്റിക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഈ കാണിക്കുന്നതാണ് എക്സാക്റ്റ് ആയിട്ടുള്ള എഞ്ചിൻ ഓയിൽ ലെവൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ വേറൊരു കാര്യം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എഞ്ചിൻ ഓയിൽ ലെവൽ മിനിമത്തിൽ നിന്ന് കുറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ടോപ്പപ്പ് ചെയ്തോളണം. മാത്രമല്ല, ഒരു കമ്പനി പറയുന്ന കറക്റ്റ് ഒരു ടൈം ഇന്റർവെല്ലിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഞ്ചിൻ ഓയിലിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ അധികമാണ്. അടുത്തായിട്ടും ഈ കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഭാഗമാണ്, അതായത് എഞ്ചിനെ കൂൾ ചെയ്യുന്ന എഞ്ചിൻ്റെ കൂളൻറ്റിൻ്റെ ലെവൽ നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. ഈ കൂളൻറ്റിൻ്റെ ക്യാപ്പ് ഒന്ന് ഊരി നോക്കിയതിന് ശേഷം നമുക്ക് ഈ ലെവൽ കാണാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ മാക്സിമം ഉണ്ട്. ഈ ഒരു ലെവലിൽ നമുക്ക് കൂളൻറ്റ് നിൽക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ കൂളൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, വണ്ടി പ്രത്യേകിച്ച് നമ്മൾ ലോങ് റണ്ണ് ഓടുന്നൊരു സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും എഞ്ചിന് നല്ല രീതിയിലുള്ള ഒരു കൂളിംഗ് ആവശ്യമാണ്. അപ്പം ഇതിൻ്റെ ലെവൽ വളരെ അധികം കുറയുന്ന സമയത്ത് എഞ്ചിൻ്റെ ഹീറ്റ് വളരെയധികം കൂടാനും വണ്ടി പെട്ടെന്ന് നിന്ന് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം കൂളൻറ്റിൻ്റെ ലെവൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ കൂളൻ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ഒരിക്കലും ഹീറ്റായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂളൻ്റ് ചെക്ക് ചെയ്ത് അപ്പം പെട്ടെന്നൊരു പൊട്ടിത്തെറി ശബ്ദത്തിൽ ഈ ക്യാപ്പ് ഊരി തെറിക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പം എഞ്ചിനൊന്ന് കൂളായതിനു ശേഷം മാത്രം ഈ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ ബാറ്ററിയുടെ കേസിലേക്ക് പോവുകയാണെങ്കിൽ ബാറ്ററിൻ്റെ ടെർമിനൽസ് നമ്മൾ നല്ല രീതിയിൽ നോക്കണം. ഇത് ലൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. കാരണം എന്ന് വെച്ചാൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ലൂസ് ആണെങ്കിൽ പോലും നമ്മളൊരു ലോങ് റണ്ണിലേക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ ഗട്ടേഴ്സും ഇതൊക്കെ ചാടുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഇലക്കൊക്കെ വന്നിട്ട് ഇത് പെട്ടെന്ന് ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലൂസായി പോകുന്ന സിറ്റുവേഷനിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ് ട്രബിൾ നല്ലോണം കാണിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ടൂൾസും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതാണെന്ന് ചിലപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ടെർമിനൽസ് എപ്പോഴും ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വാഷറിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മളൊരു ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്കിത് ഒരുപാടധികം യൂസ് വരും. നമുക്ക് പൊടിയുള്ള കണ്ടീഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എന്തായാലും വാഷറും യൂസ് ചെയ്യും. അപ്പം നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ടോപ്പപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത്ര സുഖമില്ലാത്തൊരു പരിപാടിയാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും വാഷറിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ ലെവലും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ്, അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് ലെവൽ. അതായത് നമ്മൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ മാക്സിമം ഉണ്ട്, മിനിമം ഉണ്ട്. ഇതിൻ്റെ ഇടയിലായിരിക്കണം നമ്മുടെ ബ്രേക്ക് ഓയിൽ ലെവൽ എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മൾ എന്തായാലും ഒരു ലോങ് ട്രിപ്പ് പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും ഒരുപാടധികം കൺസിഡർ ചെയ്യേണ്ട ഒരു ഭാഗമാണ് ബ്രേക്ക് ഫ്ലൂയിഡ് ലെവൽ എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും മിനിമത്തിലും കൂടുതലുണ്ടായിരിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ബ്രേക്കിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ബ്രേക്ക് ഫ്ലൂയിഡ് ലെവൽ കൂടി നിങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്യുക. ഇനി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റെപ്പിനിയിലെ പ്രഷറും നമ്മളുടെ ജാക്കിയും ഓക്കെ അല്ല എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഒരു ട്രിപ്പിന് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റെപ്പിനിയിൽ എയർ ഉണ്ടോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ സ്പെയർ വീലിൽ എയർ ഉണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ആദ്യം തന്നെ അത് എയർ ഫില്ല് ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ ജാക്കി ലിവറും വർക്കിംഗ് ആണ് എന്നുള്ള കാര്യം കൂടി ഉറപ്പ് വരുത്തുക. ഇത്രയും കാര്യങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തുക.
ഇതുപോലെ തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് നിങ്ങളുടെ ടയറിൻ്റെ ഒരു പ്രഷറും ടയറിൻ്റെ ഒരു മറ്റേ ക്വാളിറ്റിയും നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം ഒരു ട്രിപ്പ് പോകുന്നതിൻ്റെ മുമ്പായിട്ട്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വണ്ടി അങ്ങനെ പെട്ടുപോകുന്നൊരു സിറ്റുവേഷൻസ് വളരെയധികം കുറയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. പിന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വണ്ടിയെ വലിയ രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മളിപ്പോൾ ലോങ് റൈഡ് പോകുന്ന അല്ലെങ്കിൽ വണ്ടി അത്യാവശ്യത്തിന് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ വണ്ടി കൊണ്ടു നടക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 6 മന്ത് കൂടുമ്പോഴെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതായത് ഒരു മെക്കാനിക്കിനെ കാണിച്ചിട്ട് വണ്ടി ഹെൽത്തി ആണ് വണ്ടിന്റെ എഞ്ചിൻ സൈഡ്. കാരണം വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്റ്റേണലി നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല ഒരു വണ്ടിയുടെ ഹെൽത്ത് അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു ക്വാളിറ്റി നോക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം ഇന്റേണലി വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം എന്താ വെച്ചാൽ ഒരു 6 മന്ത് കൂടുമ്പോഴെങ്കിലും മാക്സിമം നിങ്ങളൊരു മെക്കാനിക്കിനെ കാണിച്ചിട്ട് വണ്ടിയുടെ ക്ലച്ച്, വണ്ടിയുടെ ഗിയർ ബോക്സ്, പിന്നെ വണ്ടിയുടെ എഞ്ചിൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെയാണ്, ഉറപ്പാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. മാത്രമല്ല നിങ്ങളുടെ ക്ലച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളൊരു മെക്കാനിക്കിനെ കാണിച്ച് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ എഞ്ചിന്റെ അകത്തുനിന്ന് മൈന്യൂട്ട് ആയിട്ടുള്ള രീതിയിലുള്ള സൗണ്ടോ അല്ലെങ്കിൽ നോയിസോ അങ്ങനെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മളൊരു മെക്കാനിക്കിനെ കാണിക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ കാണിക്കാത്ത സിറ്റുവേഷൻ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. പിന്നെ റീപ്ലേസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യുക. നമ്മളത് വച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ വണ്ടിയെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റാം, അതും വല്ലാണ്ട് എഫക്ട് ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ ഭാവിയിൽ വളരെയധികം അല്ലെങ്കിൽ വലിയൊരു നഷ്ടത്തിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നല്ല രീതിയിൽ ശ്രദ്ധിക്കാം.